എത്ര ആയാലും അവര് ഈ ഒരു പാകിസ്ഥാന്റെ ഒരു മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് എപ്പോഴും ഒരു ഇന്ത്യ വിരുദ്ധതയാണ് അവരുടെ ബേസിക് ആയിട്ടുള്ള ഒരു പ്രശ്നം. അതിനകത്ത് ഈ പാകിസ്ഥാൻ സൈന്യത്തിനാണ് അതിന്റെ ബാക്കിലുള്ള പ്രവർത്തിക്കുന്നതിന്റെ എല്ലാ കാര്യങ്ങളും. ഇപ്പൊ ഈ രാഷ്ട്രീയ നേതാക്കളെല്ലാം പറയുന്ന സ്റ്റേറ്റ്മെന്റ്സ് അതെല്ലാം ഓർക്കസ്ട്രേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അതൊക്കെ പറയിപ്പിക്കുന്നത് പാകിസ്ഥാൻ സൈന്യം തന്നെയാണ്. കാരണം ഈ രാഷ്ട്രീയക്കാർക്ക് അവിടെ നിൽക്കണമെങ്കിൽ പാകിസ്ഥാൻ സൈന്യത്തിന്റെ ബലമില്ലാതെ അവിടെ അവർക്ക് പറ്റില്ല. ഇപ്പൊ ഷാബാസ് ഷെരീഫ് ആയാലും ശരി, അദ്ദേഹം ഒരു ജസ്റ്റ് ഒരു ഗ്ലോറിഫൈഡ് PA മാത്രമാണ് അവിടെ ജനറൽ ആസിം മുനീറിന്. ഈ പറയുന്നതും ചെയ്യുന്നതും എന്തൊക്കെ പറയണം എന്തൊക്കെ ചെയ്യണം എന്നുള്ള എല്ലാം തീരുമാനിക്കുന്നത് ജനറൽ ആസിം മുനീർ തന്നെയാണ്. അതിനകത്ത് യാതൊരു സംശയമില്ല. അപ്പൊ അതുകൊണ്ടാണ് ഇവർ ഇങ്ങനത്തെ സ്റ്റേറ്റ്മെന്റ്സ്, അതായത് ഞങ്ങൾ ബോംബിടും, നിങ്ങൾ ഡാം ഇട്ടാൽ ഞങ്ങൾ തകർത്ത് കളയും, അത് ചെയ്യും ഇത് ചെയ്യുന്നുള്ള, ഇതൊക്കെ പണ്ട് തൊട്ടേ പാകിസ്ഥാന്റെ സ്ഥിര ശൈലിയാണ് ഇങ്ങനത്തെ സ്റ്റേറ്റ്മെന്റ്സ് ചെയ്യുക. അവർക്കൊരു ലൈസൻസ് ഇല്ലാതെ നമുക്ക് ലോകത്ത് എവിടെയും ഒരു രാജ്യം പോലും ഈ പ്രത്യേകിച്ച് ന്യൂക്ലിയർ പവർ ആയിട്ടുള്ള രാജ്യങ്ങൾ ഒരു രാജ്യം പോലും ഒരു രാഷ്ട്രീയക്കാരും ന്യൂക്ലിയറിനെ കുറിച്ച് വേർഡ് പോലും പറയാറില്ല. അത് വേർഡ് എന്ന് പറയുന്നത് അത് ഉപയോഗിക്കാറില്ലെന്നാണ് ജനറലി. പക്ഷെ പാകിസ്ഥാൻ ഒരു പ്രശ്നം അവർ തന്നെ തുടങ്ങി കഴിഞ്ഞാൽ ആദ്യം പറയുന്നത് ഞങ്ങളിൽ ന്യൂക്ലിയർ ബോംബുണ്ട്, ഞങ്ങൾ പൊട്ടിക്കും എന്നുള്ളത്. അപ്പൊ അതാണ് എത്രമാത്രം ഇറസ്പോൺസിബിൾ ആണെന്നുള്ളത് ആണ് അവർ ഈ കാണിക്കുന്നത്. അപ്പം നമ്മളിപ്പം ഈ സിന്ധു നദി കരാറിന്റെ അത് ക്യാപ്റ്റൻ അബയൻസ് പറഞ്ഞിട്ട് നമ്മൾ വെള്ളം ഉടനെ നിർത്തുക അങ്ങനത്തെ പരിപാടി നമ്മളത് സിസ്റ്റമാറ്റിക് ആയിട്ടായിരിക്കും പോകുന്നത്. അതിനകത്തൊരു ഇൻഹെറന്റ് ആയിട്ടുള്ള ഒരു പ്രശ്നം പണ്ടേ ഉണ്ട്. നമ്മൾ ജനുവരി 2024 കഴിഞ്ഞ വർഷം ജനുവരി 24 വരും നമ്മൾ ഇതിനെക്കുറിച്ചൊരു റീകാലിബ്രേഷൻ ചെയ്യണം, ഇതിനെക്കുറിച്ചൊരു ചർച്ച വേണമെന്ന് നമ്മൾ പറഞ്ഞിട്ട് അത് അവർ സമ്മതിച്ചിട്ടില്ലായിരുന്നു. അവർ ഏതൊക്കെ പദ്ധതികൾ നമ്മൾ കൊണ്ടുപോകും അതിനൊക്കെ മുടക്കാൻ മാത്രമേ അവർ ശ്രമിച്ചിട്ടുള്ളൂ. അപ്പൊ എന്നിട്ട് അവരാണ് ഇപ്പം പറയുന്നത് നമ്മൾ വെള്ളം മുടക്കാൻ വേണ്ടി നിൽക്കുകയാണെന്ന്. നമ്മളല്ല, അവർ തന്നെയാണ് അവരുടെ രാജ്യത്തെ ആളുകളെ ഈ ഒരു അവസ്ഥയ്ക്ക് പ്രധാന കാരണം. അവരാണ് ഈ ഭീകരവാദത്തിനെ വളർത്തുന്നത്. അപ്പൊ ഭീകരവാദത്തെ വളർത്തി കഴിഞ്ഞാൽ നാളെ അവരെ തന്നെ അത് കടിക്കും അല്ലെങ്കിൽ അതിനെ കൊത്താൻ വരും എന്നുള്ളതിന്റെ ഒരു തിരിച്ചറിവോ ബോധ്യമൊന്നും പാകിസ്ഥാൻ എന്ന രാജ്യത്തിന് അത് ഉണ്ടായപ്പോൾ മുതൽ ഉണ്ടായിട്ടില്ല എന്നത് നമുക്കറിയാവുന്നതാണ്. അതുകൊണ്ടാണ് തുടർച്ചയായി ഇത്തരം സംഘർഷങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ട്. ഇപ്പോൾ അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടാണ് പാക് റേഞ്ചർ BSFന്റെ കസ്റ്റഡിയിലുണ്ടെന്ന്. ഇപ്പോൾ നമ്മുടെ BSF ജവാനെ അവർ കസ്റ്റഡിയിൽ വെച്ചിട്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സാധാരണ രീതിയിൽ വിട്ടു നൽകേണ്ട സമയം അതിക്രമിച്ചു. അപ്പോൾ ഒരു വിലപേശൽ തന്ത്രം എന്ന നിലയിലാണ് പാകിസ്ഥാൻ അദ്ദേഹത്തെ അവിടെ കൈവശം വെച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ തിരിച്ചും സംഭവിച്ചിരിക്കുകയാണ്. അതെങ്ങനെയാണ് എത്ര സംഘർഷാവസ്ഥ ഉണ്ടായാലും സൈന്യങ്ങൾ തമ്മിൽ പാലിക്കുന്ന ഒരു മര്യാദ എന്നൊരു സംഭവം ഉണ്ടല്ലോ, അതുപോലും പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടാകുന്നില്ലല്ലോ. അതെ. സാധാരണ രീതിയിൽ ഇപ്പൊ ഈ രാഷ്ട്രീയക്കാര് എന്തൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെയ്താൽ തന്നെ ഈവൻ ലൈൻ ഓഫ് കൺട്രോളിലായാലും ശരി, ഇന്റർനാഷണൽ ബോർഡറിലായാലും ശരി, സൈനികർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കോഡ് ഓഫ് കണ്ടക്ട് ഉണ്ട്. അത് അതിന്റെ അർത്ഥം നമ്മൾ വെടിവെക്കത്തില്ല അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അക്രമം നടത്തുന്നതല്ല. പക്ഷെ ഒരു കോഡ് ഓഫ് കണ്ടക്ട് ഉണ്ട്. അതായത് ഇപ്പം ഈ പാകിസ്ഥാന്റെ തന്നെ നമ്മുടെ തന്നെ BSF ജവാൻ അത് അറിയാതെ അങ്ങോട്ട് പോകും. അതൊരു സാധാരണ കാര്യമാണ്. കാരണം അത് എപ്പോഴും പലപ്പോഴും നടക്കുന്നതാണ് അങ്ങനെയൊക്കെയുള്ള അവരുടെ റേഞ്ചസ്. ഇപ്പൊ നമ്മളെ കയ്യിൽ വന്നെന്ന് പറയുന്ന പോലെ. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഒരു സിസ്റ്റം ഉണ്ട്. അപ്പൊ അതിനകത്ത് അവർ രണ്ടുപേരും ചർച്ച ചെയ്ത് അവരെ കൈമാറുന്ന ഉള്ള ഒരു രീതിയിലാണ് നമ്മൾ. പക്ഷെ അത് ഇപ്പം പാകിസ്ഥാൻ അത് ചെയ്തില്ല. പക്ഷെ എന്തായാലും നമുക്ക് ഒരാളെ കിട്ടി, എനിക്ക് തോന്നുന്നു ഇനി വരും ദിവസങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് മാറുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനകത്ത് അത്ര വലിയ ഇഷ്യൂ ഇല്ല. പക്ഷെ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ടാണ് അതിന് അത്രയും ഒരു പ്രാധാന്യം നമ്മൾ കൊടുക്കുന്നത്.